നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? ചിലർ പറയും സുഹൃത്തുക്കളാണെന്ന്. ചിലർ പറയും പ്രണയം അല്ലെങ്കിൽ പങ്കാളിയാണെന്ന്. നമ്മൾ ജനിച്ച നിമിഷം മുതൽ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചവർ നമ്മുടെ മാതാപിതാക്കളാണ്. സോ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് അവർ പാരൻസ്. പലപ്പോഴും എനിക്കും നിങ്ങൾക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് വീഡിയോ മൊത്തം കണ്ടിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ഒരു രാത്രിയിൽ പോലും ഉറങ്ങാതിരുന്നാൽ അവർ മുഴുവൻ രാത്രി ഉറങ്ങാതിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇരുന്നവരാണ്. നമ്മൾക്ക് ചെറിയൊരു പനി വന്നാൽ പോലും അവരുടെ മനസ്സ് തകർന്നു പോകും. പക്ഷെ ഇന്ന് അവരുടെ ഒരു കോൾ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അവരുടെ സംസാരങ്ങൾ ലെക്ചറായി തോന്നുന്നു. നമുക്ക് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഈവൻ ഞാനാണെങ്കിൽ പോലും പലപ്പോഴും എനിക്കത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഞാനത് മാക്സിമം തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നവരാരാണ്? നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ആ ഒരു ചോദ്യം നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? പെർഫെക്റ്റ് ആയിട്ട് 100% കൂടിയിട്ട് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ പങ്കാളിയാണോ, അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ആണ്? ഈ 3 പേരിൽ ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യുക, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാവും നമ്മളുടെ പാരൻസ് തന്നെയാണ്. ഈ പറഞ്ഞ പാർട്ട്ണറും ഈ പറഞ്ഞ പ്രണയം പോലും ആയിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിലും ഇട്ടെറിഞ്ഞ് പോകുന്ന ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ പാരൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ള 2 പേരാണ്. ഒന്ന് നമ്മളുടെ അച്ഛനും ഒന്ന് നമ്മളുടെ അമ്മയും. നമ്മൾ മനസ്സിലാക്കാതെ പോയ സത്യം എന്നുള്ളതാണ്. വൈ പാരൻസ് ബിഹേവ് സ്ട്രിക്ട്ലി? നമുക്ക് പലപ്പോഴും തോന്നിയ ഒരു ചോദ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇവർ ഇത്ര സ്ട്രിക്റ്റ് ആവുന്നത്, എന്തിനാണ് എല്ലാത്തിനും അഡ്വൈസ് പറയുന്നത്? കാരണം അവർ ജീവിതം കണ്ടവരാണ്. നമ്മൾ വീഴരുതെന്ന് അവരാഗ്രഹിക്കുന്നു. ഒരമ്മയുടെ ശാസനയ്ക്ക് പിന്നിൽ ഭയമുണ്ട്. ഒരച്ഛൻ്റെ കോപത്തിന് പിന്നിൽ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ എനിക്ക് ഈ സെൻറ്റൻസിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എനിക്ക് പല കാര്യങ്ങളിലും സ്ട്രിക്ട്നെസ് നേരിടുന്നുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും അവർ എന്നെ വിലക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് ഒരിക്കലും ചിന്തിക്കില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഇന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, പറയണമെന്ന് തോന്നിയ കാര്യം. ഓക്കെ, കാരണം നമ്മളെപ്പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ മനസ്സിലാക്കാത്ത സത്യം തന്നെയാണത്. ഓക്കെ, നമ്മൾ സ്ട്രിക്റ്റ് ആവുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് സ്നേഹമില്ലാണ്ടാണെന്ന്. ഒരിക്കലും അല്ല, നമ്മളുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കില്ല. കാരണം ആ ഒരു ക്യാരക്ടർ നമുക്ക് അത്ര വേഗം നമുക്ക് ദഹിക്കാത്ത ക്യാരക്ടർ ആയിരിക്കും അവർ പുറത്തെടുക്കുക. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു അഡ്വൈസ് അല്ല, റിക്വസ്റ്റ് ആണ്. ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ നാളെ ജോലിക്ക് പോകുന്നവരാണ്, സ്വന്തം ഫാമിലി ബിൽഡ് ചെയ്യാൻ പോകുന്നവരാണ്. പക്ഷേ പാരൻസിന് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. അവർ നമുക്ക് വേണ്ടി ചിലവഴിച്ച സമയം നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മളുടെ വലിയൊരു പരാജയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ പരാജയത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മൾ എന്നും ശ്രമിക്കുക. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നാൽ അവരോട് വർത്തമാനം പറയാനുള്ള നേരം കണ്ടെത്തുക. അതുപോലെ നമ്മളെല്ലാവരും അവരോട് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവരും കൂടെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതൊക്കെ ഒരു ഫാമിലി നേച്ചറാണ്. പക്ഷേ അധികം ആ ദേഷ്യം ഒന്നും നീട്ടിക്കൊണ്ടുപോകാതെ എല്ലാം പൊരുത്തപ്പെട്ട് നീക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയാണ്, ഇതൊരു അഡ്വൈസ് അല്ല, ഇതൊരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരൻസിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പാവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു.